2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇതോടെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നതിലും ടീം പരാജയമാവുകയായിരുന്നു. സീസണിന്റെ തുടക്കം മുതൽ ദയനീയ ഫോമിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച തിരിച്ചടി തന്നെയാണ് ലീഗിൽ നേരിട്ടത്. ISL-ൽ തലതാഴ്ത്തിയ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ കൊച്ചിയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ടീമിന്റെ പുതിയ പരിശീലകനെയും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയെയാണ് മഞ്ഞപ്പട പുതിയ കോച്ചായി പ്രഖ്യാപിച്ചത്. 1 വർഷ കരാറിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ കറ്റാലയ്ക്ക് കീഴിലായിരിക്കും മഞ്ഞപ്പട ഇറങ്ങുക. പരിശീലകൻ എന്ന നിലയിലേക്ക് മാറുന്നതിന് മുമ്പ് സ്പെയിനിലും സൈപ്രസിലും 500-ലധികം പ്രൊഫഷണൽ മത്സരങ്ങൾ കറ്റാല കളിച്ചിട്ടുണ്ട്. ക്ലബിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പുതിയ കോച്ചിന് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പ്രതികരിച്ചിരുന്നു. ISL സീസണിടെ പുറത്താക്കപ്പെട്ട മിഖായേൽ സ്റ്റാറയ്ക്ക് പകരമാണ് ഡേവിഡ് കറ്റാല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകുന്നത്. 2024-25 സീസണിൽ മഞ്ഞപ്പടയുടെ പ്രകടനങ്ങൾ അതിദയനീയമായി മാറിയതോടെയായിരുന്നു സ്റ്റാറയെ പരിശീലക സ്ഥാനത്ത് നിന്ന് ടീം പുറത്താക്കിയത്. ഇതിനുശേഷം പുതിയ വിദേശ പരിശീലകനെ കൊണ്ടുവരാൻ താല്പര്യപ്പെടാതിരുന്ന മഞ്ഞപ്പട ഇടക്കാല പരിശീലകനായ TG പുരുഷോത്തമന് കീഴിലാണ് ISL സീസൺ പൂർത്തിയാക്കിയത്. എന്നാൽ മിഖായേൽ സ്റ്റാറയെ പുറത്താക്കിയതിന് പിന്നാലെ തന്നെ പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച ബ്ലാസ്റ്റേഴ്സ് 8ഓളം പരിശീലകരുമായി അഭിമുഖം നടത്തിയെന്നും ഇതിൽ നിന്നാണ് കറ്റാലയെ തെരഞ്ഞെടുത്തത് എന്നുമാണ് സൂചനകൾ. ഇപ്പോൾ ISL-ലെ സ്റ്റാർ പരിശീലകനായ സെർജിയോ ലൊബേറയെയും ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരുന്നതായും അദ്ദേഹത്തെ പരിശീലകനായി കൊണ്ടുവരാൻ വമ്പൻ തുക മഞ്ഞപ്പട ഓഫർ ചെയ്തെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം ജനുവരിയിൽ സെർജിയോ ലൊബേറയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തെത്തി എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തെ വിട്ടുതരാൻ ഒഡീഷ FC-ക്ക് ബ്ലാസ്റ്റേഴ്സ് ഏകദേശം 2 കോടി രൂപ ഓഫർ ചെയ്തു എന്നാണ് സൂചന. എന്നാൽ ഒഡീഷ ഈ വമ്പൻ ഓഫർ നിരസിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതോടെ മറ്റൊരു കോച്ചിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്വേഷണം തിരിയുകയായിരുന്നു. ISL-ലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് സെർജിയോ ലൊബേറ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിശീലിപ്പിച്ച 3 ടീമുകൾക്കൊപ്പവും മികച്ച റെക്കോർഡാണ് ലൊബേറയ്ക്കുള്ളത്. 2017-ൽ FC ഗോവയുടെ പരിശീലകനായി ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തിയ ലൊബേറ അവരെ ISL വിന്നേഴ്സ് ഷീൽഡിലേക്കും സൂപ്പർ കപ്പ് കിരീടത്തിലേക്കും നയിച്ചിരുന്നു. ഗോവയ്ക്ക് ശേഷം മുംബൈ സിറ്റിയുടെ പരിശീലക വേഷമണിഞ്ഞ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടവും ഇന്ത്യൻ സൂപ്പർ ലീഗ് വിന്നേഴ്സ് ഷീൽഡും ടീമിന് സമ്മാനിച്ചു. 2024-ലെ സൂപ്പർ കപ്പിൽ ഒഡീഷയെ റണ്ണറപ്പ് ആക്കാനും ലൊബേറയ്ക്കായി. ഏപ്രിൽ 21-ന് നടക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജെസ്യൂസ് ജിമിനസും അഡ്രിയാൻ ലൂണയും അടക്കമുള്ള വിദേശ താരങ്ങൾ കൊച്ചിയിൽ നടക്കുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കിരീട പ്രതീക്ഷയുടെ ടൂർണമെന്റിനെ നോക്കിക്കാണുന്ന മഞ്ഞപ്പട 1ാം നിര ടീമിനെ മത്സരങ്ങൾക്ക് അയക്കുമെന്നാണ് സൂചനകൾ.